ഒന്നുമില്ലെങ്കിലും വരുന്നത് ഒരു കുബേര കക്ഷിയല്ലേ. പുള്ളിക്കാരന് ഇഷ്ടമായ ഡോക്ടറെയും കൊത്തിയെടുത്ത് പറക്കുകയും ചെയ്യും. കൊത്തിയെടുത്ത് പറക്കാൻ ഇങ്ങോട്ട് വരട്ടെ. അവന്റെ കൊക്കും ചെറുകൻ തല്ലി പൊട്ടിച്ച് ഞാൻ ഇവിടെ ഇടും. അതെന്റെ ഡാഡിക്ക് നല്ലോണം അറിയാം. പറഞ്ഞ പോലെ ഞാൻ ചെയ്യുമെന്ന്. അല്ല, എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക, എന്നും ഇങ്ങനെ ഡാഡിയുടെ വഴക്കാളിക്കുട്ടിയായിട്ട് നടന്നാ മതിയോ ഡോക്ടർക്ക്? അതിലെന്താ കുഴപ്പം? നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലൈഫ് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്നത് ഒരു ത്രില്ലല്ലേ വക്കീലെ? സംഗതി ത്രില്ലൊക്കെ തന്നെയാണ്. പക്ഷേ വേണ്ട സമയത്ത് ലൈഫ് സെറ്റിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇപ്പൊ തോന്നുന്ന ഈ ത്രില്ല് എപ്പോഴും തോന്നണമെന്നില്ല. അതുകൊണ്ട് തനിക്ക് പറ്റിയൊരു ചെക്കനാണെങ്കിൽ കൈ കൊടുക്കുന്നതാ നല്ലത്. കൈ കൊടുക്കാം, പക്ഷേ കഴുത്ത് നീട്ടിക്കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ നിർബന്ധമൊന്നുമില്ലേ. വേണമെങ്കിൽ പുള്ളിക്കാരൻ നമ്മുടെ കൂടെ നിന്നൊന്ന് അടിച്ചു പൊളിച്ചിട്ട് പോയിക്കോട്ടെ, അല്ലേ വക്കീലെ? അയ്യോ, നമ്മളെ ഒന്നും കൂട്ടണ്ടേ. നമ്മളൊരു പ്രാരബ്ധക്കാരിയാണേ. അല്ലടോ, ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. തനിക്കെന്താ നല്ലൊരു പ്രപ്പോസൽ ചൂസ് ചെയ്താല്? ഒന്നുമില്ലല്ലോ, ഡാഡിയുടെ ആഗ്രഹമല്ലേ. ബെസ്റ്റ്. ഡാഡിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അങ്ങേരെ സെലക്ട് ചെയ്യുന്ന ഒരുത്തിനെ കെട്ടാൻ പോയാലേ പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത എന്റെ ചെറുക്കനെ പിന്നെ ഞാൻ എന്തോ ചെയ്യും? തന്റെ ചെക്കനോ? അതാരാ അങ്ങനെ ഒരാള്? ഓ, വക്കീലിനൊന്നും അറിയാത്ത പോലെ ചുമ്മാ നമ്പർ ഇറക്കല്ലേ വക്കീലെ. ആളെയൊക്കെ തനിക്ക് അറിയാം, താൻ കണ്ടിട്ടുമുണ്ട്. ഡോക്ടർ ജോബിന്റെ കാര്യമാണോ അലീന ഉദ്ദേശിച്ചത്? യെസ്, ആ ചെറുക്കന്റെ കാര്യം തന്നെ. എന്താന്നറിയില്ല വക്കീലെ, അവൻ എന്റെ മനസ്സിൽ കയറി നല്ല ഒന്നാന്തര ഒരു കൂടും കൂട്ടി അങ്ങ് ഇരിപ്പായി. അലീന, താനത് മനസ്സിൽ നിന്ന് കളഞ്ഞില്ലേ? ഇല്ല. ഇപ്പൊ തന്നെ താനുമായുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഡോക്ടറിന്റെ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളാ. അറിയാതെ ഒന്നുമല്ലല്ലോ സംഭവിച്ചത്. അയാളും താനും ഇതിന് ഒരുപോലെ കാരണക്കാരാ. ഇപ്പൊ തന്നെ അയാള് വീട് വിട്ട് ഇറങ്ങേണ്ട സാഹചര്യം ആയില്ലേ. ഇനിയും താൻ ഡോക്ടറെ വട്ടാക്കാൻ നിൽക്കാതെ അയാൾ അയാളുടെ പാട്ടിന് വിട്ടേക്ക് അലീന. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 2-3 തവണ ഞാൻ അവനെ ഒഴിവാക്കി വിട്ടതല്ലേ. അത് വക്കീലിനും അറിയാവുന്ന കാര്യമല്ലേ. എന്നിട്ടും അവൻ കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം തമ്പരാൻ പറ്റിച്ച പണി തന്നെയാ വക്കീലെ. ദൈവം തന്നത് നമ്മളായിട്ട് തിരിച്ചെടുക്കുന്ന മോശമല്ലേ. ഇപ്പോഴാണെങ്കിൽ ചെറുക്കനെ ചെവിക്ക് പിടിച്ച് നമ്മുടെ കൂട്ടിലടയ്ക്കാൻ പറ്റിയ സാഹചര്യവും. താൻ കണ്ടോ ഹിമ, 1-2 ആഴ്ചക്കുള്ളില് ഇവിടെ പലതും സംഭവിക്കും. ചിലപ്പോ ഞാൻ അടുത്ത് തന്നെ എന്റെ ഡാഡി ഒന്ന് ഞെട്ടിച്ചെന്നിരിക്കും. എന്താ തന്റെ പ്ലാൻ? അതൊക്കെ ഉണ്ട്. ആദ്യം അവൻ എവിടെ മുങ്ങി നടക്കുന്നത് നമുക്കൊന്ന് അറിയണ്ടേ. എന്നിട്ട് ഞാൻ ഈ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഡാഡിയെ അറിയിക്കണം. ആർ യു സീരിയസ് അലീന? ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഒരാണിന്റെ ഭാര്യയായി അലീന ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ജോബിൻ ഡോക്ടറുടെ കൂടെ തന്നെയായിരിക്കും. അതിനുള്ള ഹോംവർക്കൊക്കെ ഞാൻ ഇപ്പൊ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. താനിന്ന് നേരത്തെയാണല്ലോ. കുറച്ച് നേരത്തെ ഇറങ്ങി. കൂടെയുള്ള കുട്ടിക്ക് ഒരു വെഡിങ് റിസപ്ഷൻ ഉണ്ട്. പിന്നെ തരിച്ചിരിക്കേണ്ടല്ലോ എന്ന് ഞാനും വിചാരിച്ചു. താൻ കുറച്ച് നേരത്തെ വന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ മനസ്സ് വിചാരിച്ചേ ഉള്ളൂ. അതെന്ത് പറ്റി? ബിപിക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ആകെ ഒരു വല്ലായ്മ. എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. അപ്പു എവിടെ? അപ്പു റൂമിലുണ്ട്. താൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യ്. ഞാൻ അപ്പോഴേക്കും കോഫി എടുക്കാം. വേണ്ട വിപ്പി, ഞാൻ എടുത്ത് കുടിച്ചോളാം. അത് സാരമില്ല, താൻ ഫ്രഷായി വാ. വാ. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ വിപി? എന്താ വിപിയുടെ ഉള്ളിൽ? അത് പറയാം. അത് പിന്നെ നമുക്കൊന്ന് പുറത്തു പോയാലോ? പുറത്തോ? പുറത്തെവിടെ? വെറുതെ ഒരു നൈറ്റ് ഡ്രൈവ്. കുറച്ച് ദിവസമായില്ലേ നമ്മൾ ഒരുമിച്ച് അങ്ങനെയൊക്കെ പോയിട്ട്. ശരി, വിപിയുടെ ആഗ്രഹമല്ലേ. ശരിയാ വിപി പറഞ്ഞത്. കുറച്ചു ദിവസമായി നമ്മൾ 3 പേരും കൂടി ഒന്ന് പുറത്തു പോയിട്ട്. അപ്പുനോട് റെഡിയാവാൻ പറയാം അല്ലേ? അപ്പു വേണ്ട ഗീത,
പോകുന്നെങ്കിൽ അത് നമ്മൾ രണ്ടുപേരും മാത്രം മതി. അതെന്താ അങ്ങനെ? എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ വി പി, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഏയ്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മളൊന്ന് കരുതിയിരിക്കേണ്ടി വരും. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനാ നമ്മൾ രണ്ടുപേരും മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞത്. വി പിയുടെ മനസ്സിനെ കാര്യമായിട്ട് എന്തോ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഉണ്ടോ? അതൊക്കെ എനിക്ക് തന്നോടൊന്ന് ഷെയർ ചെയ്യണം. അപ്പുനെ ഇവിടെ തനിച്ചാക്കിയിട്ട് അതിനെന്താ പ്രോബ്ലം? അപ്പോഴും തനിച്ച് നിന്നോളും. ഒന്നുമില്ലെങ്കിലും അപ്പോ ഒരു ആൺകുട്ടിയല്ലേ. ആൺകുട്ടികൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പനത് സന്തോഷമാവേ ഉള്ളൂ. തിരിച്ചു വരുമ്പോൾ അപ്പനുള്ള ഫുഡ് നമുക്ക് വാങ്ങി വരാം. എന്താ, താൻ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. എങ്കിൽ താൻ അപ്പനോട് നമ്മൾ പുറത്തു പോകാന്ന് പറഞ്ഞേക്ക്. ഞാൻ അപ്പോഴേക്കൊന്ന് റെഡിയാവാ. ആ, അപ്പൻ എന്താ വേണ്ടതെന്ന് കൂടി ചോദിച്ചേക്കണേ. അപ്പോ നീയും വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ? എന്നിട്ട് ഗീത അത് പറഞ്ഞില്ലല്ലോ. അതിന് വി പി എന്നെ ക്ഷണിച്ചില്ലല്ലോ. ഭാര്യ മാത്രല്ലേ നൈറ്റ് ഡ്രൈവിനും ഡിന്നറിനും ഒക്കെ കൊണ്ടുപോകൂ. അത് പിന്നെ അങ്ങനെ ഡിന്നർ പ്ലാൻ ചെയ്തൊന്നല്ല. ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് അങ്ങനെ ഒന്നും ആവാന്ന് വെച്ചു. വേണ്ട വേണ്ട, ഇനിയിപ്പൊ അങ്ങനെ ഉരുളൊന്നും വേണ്ട. എനിക്കെല്ലാം മനസ്സിലായി. അല്ല, നീ ഇതെങ്ങോട്ടാ അപ്പു? അതെ, മിസ്റ്റർ ആൻഡ് മിസ്സസ് വി പി മാത്രമായിട്ട് ഔട്ടിംഗ് പ്ലാൻ ചെയ്യുമ്പോ ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാന്ന് വെച്ചു. എങ്കിൽ പിന്നെ നീയും കൂടെ ഞങ്ങളോടൊപ്പം പോന്നോ അല്ലേ വി പി? അതെ അതെ, വരുന്നേ വാ. അപ്പോ ഹേയ്, അത് വേണ്ട. നിങ്ങളുടെ സ്വർഗത്തിൽ ഞാൻ കട്ടുറുമ്പാവുന്നില്ല. രണ്ടുപേരും കൂടെ പോയിട്ട് വന്നാൽ മതി. അല്ല, നീ എങ്ങോട്ടാ പോകുന്നെന്ന് പറഞ്ഞില്ലല്ലോ. എവിടെന്ന് വെച്ചാൽ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. അത് വേണ്ടമ്മേ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. കുറച്ചു നേരം ഇവിടെ പാർക്കിലൊക്കെ ഒന്ന് ചുറ്റിത്തിരിയണം. അത് നല്ലതാ. അപ്പോ നീ ഒന്ന് റിലാക്സ്ഡ് ആവും. ആ, പിന്നെ ഡിന്നർ ഞങ്ങൾ വരുമ്പോ കൊണ്ടുവരാട്ടോ. വേണ്ട വി പി, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ കഴിച്ചിട്ട് പോന്നോളാം. എന്നാ ഞാൻ ഇറങ്ങുവാ. ലോക്ക് ചെയ്ത് ഇറങ്ങിക്കോ. എന്റെ കയ്യിൽ സ്പെയർ കീ ഉണ്ട്. ഒരുപാട് ലേറ്റ് ആവാൻ നിൽക്കണ്ട, ഞങ്ങൾ ഉടനെ വരും. അപ്പോ ടേക്ക് യുവർ ഓൺ ടൈം. വെറുതെ ധൃതി പിടിക്കണ്ട. രാത്രി നഗരത്തിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് സൗകര്യം പോലെ വന്നാ മതി. ഓ, ഞാനൊരു ആൺകുട്ടിയാണല്ലോ എന്ന് ഓർമ്മിപ്പിച്ചതിന് താങ്ക്സ് ഉണ്ട് വി പി. അപ്പോ വന്നിട്ട് കാണാം. അപ്പുവിന് എന്ത് തോന്നിക്കാണും? നമ്മൾ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്ന വിചാരിക്കുവോ? ഏയ്, അപ്പോ ഒരിക്കലും അങ്ങനെയൊന്നും വിചാരിക്കില്ല. എന്തിനാണ് നമ്മളിങ്ങനെ ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ അപ്പനുണ്ട്. എന്നാലും എനിക്കെന്തോ ഒരു വിഷമം പോലെ. ചുമ്മാ ആവശ്യമില്ലാതെ സങ്കടപ്പെട്ട് താൻ വെറുതെ മൂഡ് കളയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, അപ്പോ ആൺകുട്ടിയാ. അവൻ അവൻ്റെതായ സ്പേസ് നമ്മൾ കൊടുക്കണം. അപ്പനത് മനസ്സിലായിട്ടുണ്ട്. വാ പോവാം, വാ. ഇനി എന്തെങ്കിലും വേണോ സാർ? വേണ്ട, ബില്ലെടുത്തോ. ആ, വി പി, നമ്മളിവിടെ വന്നിട്ട് ഇത്രയും നേരമായി. ഫുഡ് ഓർഡർ ചെയ്തു, കഴിച്ചു, ഇതേ ബില്ലും പറഞ്ഞു. പക്ഷെ ഇതുവരെയായിട്ടും വി പിക്ക് എന്നോട് പറയാനുള്ള കാര്യത്തെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ലല്ലോ. പറയുന്നേ, മനസ്സിലുള്ള എന്താന്ന് വെച്ചാൽ തുറന്നു പറയും. ഗീത, ഞാനൊരു കാര്യം ചോദിച്ചാ താൻ സത്യം പറയോ? ഇതെന്താ വി പി ഇങ്ങനൊരു ചോദ്യം? ഞാൻ വി പിയോട് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? അതല്ല ഗീത, ചിലപ്പോ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എന്നെ വിഷമിപ്പിക്കുന്നതായിരിക്കും എന്ന് കരുതി കള്ളം പറയരുത് എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് നമ്മൾ തമ്മിൽ ഇല്ലെന്നാ എന്റെ വിശ്വാസം. വി പിക്ക് എന്താ ചോദിക്കാനുള്ളത്? ധൈര്യമായിട്ട് ചോദിക്ക്. നമ്മുടെ ഈ ജീവിതം എപ്പോഴെങ്കിലും തനിക്ക് മടുത്തു തുടങ്ങിയോ ഗീത? എന്താ ചോദിച്ചത് ബുദ്ധിമുട്ടായത് എനിക്ക്? ഇല്ല, മടുപ്പ് തോന്നി തുടങ്ങിയിരുന്നു, പക്ഷെ ഇപ്പോഴില്ല. എന്ന് വെച്ചാ
ഇപ്പൊ താൻ ലൈഫ് എൻജോയ് ചെയ്യാണോ? ആസ്വദിക്കാൻ പറ്റുന്നോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ മടുപ്പ് തോന്നാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. അപ്പുന്റെ കാര്യം ആദ്യം അറിഞ്ഞപ്പോ, പിന്നെ അതേ ചൊല്ലി BP അപ്പും തമ്മിലുള്ള കലാപങ്ങളും കലഹങ്ങളും കണ്ടു നിന്നപ്പോ, BP ഒരു മെന്റൽ പേഷ്യന്റായി പോലീസ് കേസിൽ പെട്ടു. മെന്റൽ ക്ലിനിക്കിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ മടുത്തും വെറുത്തും പോയ കുറെ ദിവസങ്ങളും സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. അതൊക്കെ തരണം ചെയ്ത് വന്നതുകൊണ്ടാവും ഇപ്പൊ മടുപ്പൊന്നും തോന്നാത്തത്. പിന്നെ പാർലറിലെ കാര്യത്തിൽ ഞാൻ കുറച്ച് എൻഗേജ്ഡ് ആയതുകൊണ്ടും. അല്ലേ VP, എന്താ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചത്? മടുപ്പ് തോന്നുന്നത് എനിക്ക് മാത്രമാണെന്ന് അറിയാൻ വേണ്ടിയാ. അപ്പോ VPക്ക് മടുപ്പായി തുടങ്ങി. യെസ്, ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ എനിക്ക് വല്ലാതെ മടുത്തു തുടങ്ങിയിരിക്കുന്നു ഗീത. എത്ര നാളായി നമ്മളിത് സഹിക്കുന്നു? എല്ലാറ്റിനും ഒരു പരിധിയില്ലേ? എത്ര നാളായി നമ്മൾ ഈ വേദനകളും യാതനകളും സഹിക്കുന്നു? നമ്മുടേതല്ലാത്ത കുറ്റത്തിന് ചോദ്യം ചെയ്യപ്പെടുന്നു, പരിഹസിക്കപ്പെടുന്നു. ഉണ്ടായ കുഞ്ഞൊരു ട്രാൻസ്ജെൻഡറായി പോയതിന് ഇത്രയും വലിയ ശിക്ഷ വേണം? ഇതിലും വലിയ ശിക്ഷകൾ നമ്മൾ എത്ര അനുഭവിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ BP മറന്നുപോയതാ. ആ സമയത്തെ ജീവിതം വെച്ച് നോക്കുമ്പോ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് നോർമലാണെന്നേ ഞാൻ പറയൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് ഹൊറിബിളാണ് ഗീത. ഈ ഒറ്റപ്പെടലും അവഗണനകളൊക്കെ താങ്ങാവുന്നതിൽ കൂടുതലാണ് ഗീത. ഈ നാടിന് നല്ലതൊന്നും നമുക്ക് തരില്ലെന്ന് തോന്നുന്നു. ഇവിടെ തുടരുന്ന ഓരോ നിമിഷവും നമ്മുടെ പഴയ ജീവിതത്തിന്റെ ഓർമ്മകൾ എന്നെ അസ്വസ്ഥനാക്കും. തന്നോട് ഒരു സജഷൻ ചോദിക്കട്ടെ? എന്താ VPക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ. അതിനൊരു മുഖവരയുടെയോ ആമുഖത്തിന്റെയോ ആവശ്യമില്ലല്ലോ. എന്താ VPയുടെ മനസ്സിൽ? നമുക്ക് 3 പേർക്കും കൂടി ഈ നാട് വിട്ട് എവിടേക്കെങ്കിലും പോവാ ഗീത. ഇവിടം വിട്ട് പോകാനോ? എവിടേക്ക്? VP എന്തൊക്കെയാ പറയുന്നേ? എവിടേക്കെങ്കിലും. നമ്മുടെ പാസ്റ്റോ പ്രശ്നങ്ങളോ ഒന്നും അറിയാത്ത, നമ്മളെ ആരും തിരിച്ചറിയാത്ത, സഹായിക്കാനോ സ്നേഹിക്കാനോ വേണ്ടപ്പെട്ടവരാരും ഇല്ലാത്ത ഏതെങ്കിലും നാട്ടിലേക്ക്. എങ്കിലേ നമുക്ക് നമ്മുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. മറിച്ച് ഇവിടെയാണെങ്കിലോ അപ്പുവിന്റെ ഓരോ കാര്യങ്ങളുടെയും പേരിൽ നമ്മളെ എന്നും എപ്പോഴും ഇങ്ങനെ വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കും. പുതിയൊരു സ്ഥലമാകുമ്പോൾ അവിടെ എന്തായാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മളെ ആർക്കും പരിചയമില്ല, ആരെയും നമുക്കും അറിയില്ല. ആരെയും ഒന്നിനെയും പേടിക്കാതെ ജീവിതം നമുക്ക് ഒന്നേം തുടങ്ങാടോ. അപ്പൊ എല്ലാറ്റിനും ഒരു ഉത്സാഹം കൂടും. താനെന്ത് പറയുന്നു? എന്താ ആലോചിക്കുന്നു? അപ്പു അതിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ? സമ്മതിക്കണം, സമ്മതിപ്പിക്കണം. അതിന് താനും കൂടി മനസ്സ് വെക്കണം. അത് പറയാൻ കൂടിയാ തന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിയത്. അപ്പോ VP എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു? ഓൾമോസ്റ്റ്. തനിക്ക് എതിരഭിപ്രായമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും അപ്പുവിനെ കൂടി നമ്മൾ അറിയിക്കണമല്ലോ. അത് താൻ ഏറ്റെടുക്കണം. അപ്പുവിനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചേ പറ്റൂ താൻ. പ്ലീസ് ഗീത. എനിക്ക് അത്രയ്ക്ക് മടുപ്പ് തോന്നിയത് കൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷനെ പറ്റി ചിന്തിച്ചത്. നമുക്ക് പോണം. ഈ നാട്ടിൽ തന്നെ പോയാൽ പറ്റൂ. ആന്റി പറ, ഞാനിപ്പോ എന്താ വേണ്ടത്? അതിപ്പോ ഞാൻ എന്താ പറയേണ്ടത് മാളു? നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ തന്നെയാ നിന്റെ അച്ഛനും അമ്മയും തീരുമാനിച്ചിരിക്കുന്നത്. അവരെ ധിക്കരിച്ച് നിനക്ക് എത്ര നാൾ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും മാളു? അങ്ങനെ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നതും മര്യാദയല്ലല്ലോ. ഒരാഗ്രഹമുണ്ട്. ഞാൻ നോക്കി നിൽക്കേ നിന്നെ ഇവിടുന്ന് ആരും ബലമായി പിടിച്ചിറക്കിക്കൊണ്ട് പോകരുത്. കണ്ണീരോടെ നിന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാ. ആന്റി വിഷമിക്കണ്ട. അങ്ങനെ എന്നാരും ബലമായി പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്നില്ല. അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കില്ല. ആന്റി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ?
ഡോക്ടറുടെ കാര്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊരു മടങ്ങിവരവുണ്ടാവുമെന്ന് ആന്റിക്ക് ഇനിയും പ്രതീക്ഷയുണ്ടോ? എന്താ നീ അങ്ങനെ ചോദിച്ചത്? നമ്മുടെ ഈ കാത്തിരിപ്പ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് അറിയാനുള്ളൊരു കൗതുകം കൊണ്ട് ചോദിച്ചു പോയതാ. നിന്റെ ചോദ്യം ജനൂനാണ്. അവനെ പ്രസവിച്ച സ്ത്രീ എന്ന നിലയിൽ എനിക്കങ്ങനെ ആഗ്രഹിച്ചല്ലേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ അവനെ ഇത്രയും നാൾ വളർത്തിയതിന് എന്തർത്ഥമാണുള്ളത്? അവൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ തിരികെ എത്തുമെന്ന് വിശ്വസിക്കാന് എനിക്കിഷ്ടം. ഇനി ഇതേ ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ, എന്തായിരിക്കും നിന്റെ ഉത്തരം? ആന്റിയെ പോലെ ഞാനും നല്ലത് മാത്രം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒരമ്മ മകന്റെ കാര്യത്തിൽ ശടിക്കുന്ന പോലെ ഭാര്യയ്ക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് ആന്റി. എന്താ മാളു? അതിപ്പോ എന്താ എങ്ങനെയാണെന്നൊന്നും എനിക്ക് ഡീറ്റെയിൽ ചെയ്യാൻ അറിയില്ല. എന്റെ ആന്റിയുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാ. പക്ഷെ അതിലേക്കുള്ള നമ്മുടെ വഴി രണ്ടായിരിക്കും. എന്റെ വഴിയിൽ പലരും എനിക്ക് വേദനിപ്പിക്കേണ്ടി വരും. പക്ഷെ അതൊക്കെ ഒടുവിലൊരു നന്മയ്ക്ക് വേണ്ടിയാണെന്ന് കരുതി എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇപ്പോ ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഗുഡ് നൈറ്റ് ആന്റി. അശ്വതി, അശ്വതി, എന്താ അമ്മേ? മോളെ, ഞാൻ അമ്പലത്തിലേക്ക് ഇറങ്ങാം. ശരി. ആ, എന്റെ ഭഗവാനെ, ഇവളുടെ കാര്യം ഞാൻ ഇറങ്ങിയപ്പോ കൂടി ഓർത്തതേ ഉള്ളൂ. അപ്പോഴേക്കെന്താ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയല്ലോ. നീ തനിച്ചാണോ മോളെ വന്നത്? അതെ. അതെന്താ ടീച്ചറും കൂടെ വരാത്തെ? എന്തിനാ ടീച്ചർ കൂടെ വരുന്നത്? മുമ്പ് ഞാൻ തനിച്ച് പോവാൻ വരികയൊക്കെ ചെയ്തിരുന്നില്ലേ? എന്തായാലും നിനക്ക് അവിടെ നിന്ന് വരാൻ തോന്നിയല്ലോ. അത് നന്നായി മോളെ, നന്നായി. ഇപ്പോഴാ മുത്തശ്ശിക്ക് ഒരു സമാധാനായത്. അശ്വതി, അശ്വതി, ഇങ്ങ് വന്നേ. ഇതാരാന്ന് നോക്കിയേ. ഇന്നലെ അവിടെ നിന്നും നിന്നെ കാണാതെ പോരുന്നതിന്റെ സങ്കടത്തിലായിരുന്നു അവളും മുരളിയും. ആ സങ്കടം മാറാനല്ലേ ഞാൻ രാവിലെ തന്നെ പോകുന്നത്. ആ, ദേ നിക്കുന്നത് നിന്റെ മോള്. ഇനിയിപ്പൊ നിന്റെ സങ്കടമൊക്കെ മാറുമല്ലോ. അമ്മ എന്തെങ്ങനെ വണ്ടറടിച്ച് നിൽക്കുന്നേ? എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ. ഞാൻ പറഞ്ഞില്ലേ മോളെ, അതിനു മാത്രം സങ്കടപ്പെട്ട രണ്ടുപേരും ഇവിടെ വന്നു കയറിയത്. നിന്നെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ലെന്നറിഞ്ഞപ്പോ എനിക്ക് സങ്കടമായി കേട്ടോ. എന്തായാലും നിനക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. അല്ലെങ്കിലും അവിടുത്തെ പൊറുതി ഇനി ശരിയാവത്തില്ല മോളെ. അവനുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ലെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇനിയും നീ അവിടെ നിന്നാലേ അതിന്റെ നാണക്കേട് നമുക്കാ. നിന്റെ കാര്യം ചോദിക്കാനും പറയാനും ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ലെന്നൊരു ധാരണ അവർക്കുണ്ടാവും. അങ്ങനെ വേണ്ടല്ലോ എന്ന് കരുതിയാ നിന്നെ വിളിച്ചോണ്ട് വരാൻ ഇന്നലെ ഇവരവിടെ വന്നത് തന്നെ. നീയൊന്നും കൊണ്ടുവരാതെയാണോ പോകുന്നത്? ഒന്നും എടുത്തില്ല. ആ പോട്ടെ, അല്ലേലും അവിടുത്തെ പൊറുതി ഒന്നും ഇങ്ങോട്ട് കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുവരാത്ത തന്നെ നന്നായി. നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഒന്നും കൊണ്ടുവന്നില്ലെങ്കിൽ എന്താ, നീ ഇങ്ങ് വന്നല്ലോ, ഞങ്ങൾക്ക് അത് മതി. ഒക്കെ എന്റെ പ്രാർത്ഥനയുടെ ഫലവാ അശ്വതി. ഇവളുടെ കാര്യത്തില് അത്രയ്ക്ക് നെഞ്ചുപൊട്ടിയാ ഞാൻ ഈശ്വരനെ വിളിച്ചത്. എന്റെ കൃഷ്ണ, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. മുത്തശ്ശി എന്ന അമ്പലത്തിൽ പോയി കയ്യോടെ പുള്ളിക്കാരനെ കണ്ട് ഒരു താങ്ക്സ് പറഞ്ഞിട്ട് പോരെ. ആ, ഞാൻ പോവാ മോളെ. നിന്റെ പേരിൽ ഒരു വിശേഷാൽ വഴിപാട് ചീട്ടാക്കണം. എന്നാ മുത്തശ്ശി പോയിട്ട് വരട്ടെ. അശ്വതി, നീ കുഞ്ഞിന് കാപ്പി കൊടുക്ക്. അപ്പോഴേക്ക് ഞാൻ പോയിട്ട് വരാം. മോളെ, വിശേഷങ്ങളൊക്കെ മുത്തശ്ശി വന്നിട്ട് പറയാം. ഞാൻ ഇറങ്ങുവാണേ. അച്ഛനവിടെ അമ്മേ? ഇവിടെ ഇല്ലേ? ഇല്ല, ഏതോ സൈറ്റിൽ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പോയിരിക്കുക. നീ വന്നറിഞ്ഞാ മുരളിയേട്ടന് സമാധാനാവും. ഇന്ന് രാവിലെ കൂടി നിന്റെ കാര്യം പറഞ്ഞ ആകെ ടെൻഷനായിരുന്നു അച്ഛന്. വാ, നിനക്ക് ചായ എടുക്കാം. ഇപ്പൊ ഒന്നും വേണ്ട അമ്മേ, ഒരു തലവേദന പോലെ. ഞാൻ കുറച്ചേരൊന്ന് കിടക്കട്ടെ. ആ, ടീച്ചറോട് പറഞ്ഞിട്ട് തന്നെയല്ലേ നീ വന്നിരിക്കുന്നത്? ജോബിൻ അറിയില്ല, അതിനുശേഷം അവിടെ വന്നിട്ടില്ല.